ആളെ കൊണ്ട് തന്നെ അത് പ്രകാശനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പുരോഗമന ചിന്തകളുടെയും ഒക്കെ എല്ലാ രീതിയിലുമുള്ള സ്വാധീനം ഈ നാടിനുണ്ട് എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ പുൽക്കൊടികൾക്ക് പോലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വാധീനം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് വേണ്ടിയുള്ള ഒരു ബോധമെങ്കിലും ഒരു പ്രേരണയെങ്കിലും ഇത് ചെലുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രേരണ ചെലുത്താൻ ഈ കവിതയ്ക്ക് കരുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കവിതയ്ക്ക് ധാരാളം പ്രചാരം ഉണ്ടാകണമെന്നും കവിതയിലൂടെ വായിക്കുന്നവരിൽ ആദർശബോധത്തിൻ്റെ കൈത്തിരികൾ തെളിയണമെന്നും ഉള്ള ആശംസയോടുകൂടി എൻ്റെ പ്രകാശന കർമ്മം നിങ്ങളുടെ എല്ലാ ആശീർവാദത്തോടു കൂടി ലോക സംസ്കാരത്തെ ധന്യരാക്കി തീർത്ത എല്ലാ കവികളുടെയും കവീശ്വരന്മാരുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതായി അദ്ദേഹം പറയുന്നു, അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എഴുതിയ കവിതയെ പറ്റി ഞാൻ തുറന്ന ക്ലാസ്സിൽ പറഞ്ഞു. അത് അദ്ദേഹത്തിന് വലിയൊരു പ്രചോദനം ആയി എന്ന്. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. കാരണം മറ്റൊരാളും അതുപോലെ തന്നെ പറയാൻ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മുറിവേറ്റ മർദ്ദനു കാലഘട്ടത്തിന്റെ വഴിപാടുമായി നടക്കുന്നു റുമ്പുകൾ. ായിട്ടുള്ള ഒരു ശീർഷകം ഈ കാവ്യസമാഹാരത്തിലുണ്ട്. വൽമീകം എന്ന് പറയുന്ന ഒരു ശീർഷകം. അത് ഒരു ചിതൽക്കുറ്റാണ്, ഒരു ഭാവനയാണ്. അതിനെ അടർത്തിക്കളയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള സത്തയെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുന്നത്. ഇരുൾപൂണ്ടതാമൊരു ഗർത്തത്തിൽ നിന്നാണത്രേ ഉറുവിയിലുണ്ടായതാം രൂപങ്ങളെല്ലാം തന്നെ. ആരു നിർമ്മിച്ചു കുഴി? അതിനും മുമ്പെന്താകാം ഒരു ശിഷ്യന്മാർ തമ്മിൽ വാദങ്ങൾ തുടങ്ങി. വാൽമീകം ആ പേര് പോലെ തന്നെ വളരെ മഹത്തരമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് നാം എല്ലാവരും നേരിടുന്ന സാംസ്കാരിക അപജയത്തിൻ്റെ വാൽമീകത്തിൽ നിന്നും ഇത്തരം കവികൾ സംസ്കാരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തൻ്റെ തൂലിക പടവാളാക്കി മുന്നേറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. വിശ്രമ ജീവിതത്തിൽ ഒരു കൂട്ടം കവിതാ സമാഹാരങ്ങൾക്ക് പിറവി കൊടുത്തുകൊണ്ട് നമുക്കായി ഈ അവസരത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ഫസ്റ്റ് ഡിവിഷനിൽ പാസ്സായതാണ് ഞാനും ശ്രീ ടി.ആർ. സോമശേഖരൻ. എൻ്റെ കവിതകളെ എല്ലാ കാലത്തും അദ്ദേഹം പ്രലോഭിപ്പിച്ചിരുന്നു. അത് കാരണമാണ് ഈ കവിതാ